നമ്മുടെ കഴിഞ്ഞ കാലത്ത് ഏത് കെട്ട പാപമായിക്കോട്ടെ അനുദപിച്ച് ഏറ്റു പറഞ്ഞു ഈശോ അപ്പോൾ തന്നെ ഏറ്റെടുത്തു, ക്ഷമിച്ചു, ദൂരെ കളഞ്ഞു. ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഇനി വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഓർമ്മ വരുമ്പോഴെല്ലാം ദൈവമേ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി, എന്നെ ചേർത്ത് മാറോടണിക്കുന്നതിന് നന്ദി. ഇത് പറഞ്ഞോണം. അങ്ങനെ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി വേണം. നമുക്ക് അലക്കം വേണ്ട. യോഹന്നാൻ 14:30 അറിയാമല്ലോ. അന്ത്യത്താഴത്തിൽ ഈശോ സംസാരിക്കുമ്പം ഈശോ പറയാണ്, ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. എഴുന്നേൽക്കും, നമുക്ക് ഇവിടുന്ന് പോകാം. പക്ഷെ ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. എന്തുകൊണ്ടാണ് അവന് ഈശ്വരൻ അധികാരമില്ലാത്തത്? ഈശ്വര പാവമില്ല. യോഹന്നാൻ 8:45-46 കാണാമല്ലോ. നിങ്ങൾ ആർക്ക് എന്നെ പാപം തെളിയിക്കാൻ പറ്റും? ആരോപിക്കാൻ പറ്റും. തെളിയിക്കാൻ ആർക്ക് പറ്റും? അതാണ് ഈശോയുടെ കരുത്ത്. അതാണ് പിശാചുക്കൾ ഹെൽപ്ലെസ് ആകുന്നത്. ഈശോ പറയാം, ലോകത്തിൻ്റെ പ്രമാണി വരുന്നു, അവൻ എൻ്റെ മേൽ പിടുത്തമില്ല. അവന് നമ്മൾ പിടുത്തം കിട്ടുന്ന പാപം വഴിയായിട്ടാണ്. പാപം വഴിയായിട്ടൊന്ന്, പിന്നെ ഒരു പിടുത്തം വരുന്നതാണ് കലക്കം. പാപം ഒന്നുമില്ലാത്ത ചില വ്യക്തികൾക്കും കലക്കങ്ങളാണ്. പണ്ടെന്നോ ഒരു പാപം ഉണ്ടായിപ്പോയി, അത് അനുദപിച്ചു, കുമ്പസാരിച്ചു, അവസാനിപ്പിച്ചു. പക്ഷെ എന്നിട്ടും അതിൻ്റെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നടക്കുക. അശ്വ, ഞാൻ അന്ന് അങ്ങനെ കുരുത്തക്കേട് കാണിച്ചൊരു കെട്ട പാപം എൻ്റെ ജീവിതം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കുന്ന വ്യക്തിക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ല. അതേ കയറി സാത്താൻ പണിയും. നമ്മുടെ ലൈഫിൽ എത്ര കെട്ട പാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പറയുമ്പോൾ ഈശോ ഏറ്റെടുക്കും. അനുദപിച്ച് പറയുന്ന മുഴുവൻ ഏറ്റെടുക്കും. അവിടുത്തെ രക്തത്തെ നമ്മൾ കഴുകി ശുദ്ധീകരിക്കും. പിന്നെ അതവിടെ ഇല്ല. പിന്നെ പാപത്തിൻ്റെ ഓർമ്മയുണ്ട്, അത് ഓർക്കരുത്. ചിലർക്ക് ഇങ്ങനെ പാപം പാടില്ല മനസ്സിൽ വരുന്നു, അതുകൊണ്ട് എന്നാ കാണിക്കുന്നത് കലക്കമാണ്. നമുക്കറിയാലോ, നമ്മുടെ തലച്ചോറ് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്മറി സെല്ലുകളിൽ കൊച്ചുനാൾ മുതലുള്ള ഓർമ്മകളെല്ലാം കിടപ്പുണ്ട്. നമുക്ക് മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒരു കാര്യം വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. തമ്പുരാൻ ഉണ്ടാക്കിയ മാസ്റ്റർ കമ്പ്യൂട്ടർ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷനില്ല. ഒരു കാര്യം വേണ്ട, നമുക്ക് എവിടെ ഞെക്കിയാൽ ഡിലീറ്റ് ആവുകയില്ല. അത് ഒന്നുകിൽ മെമ്മറി സെല്ല് വാർദ്ധക്യം കൊണ്ട് തീരണം, അല്ലെ അതിന് ട്യൂമർ പോലെ രോഗം അവിടെ വന്നിട്ട് അത് തീരണം. ഇങ്ങനെ 2 കാരണങ്ങളാലല്ലാതെ ഓർമ്മകൾ നമുക്ക് പോവുകയല്ല. ഓർമ്മ ഒന്നുകിൽ ഡെസ്ക്ടോപ്പ് ബോധമനസ്സ്, അല്ലെ വലിപ്പിനകത്ത് ഉപബോധ മനസ്സ്, അല്ലെ പുറവശത്തെ മുറിയിലെ സ്റ്റോർ റൂമിലോ അലമാരിക്കകത്ത് എവിടെയോ അബോധ മനസ്സ്. ഈ 3 മേഖല എവിടെയെങ്കിലും സകല ഓർമ്മകളുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പസാരിച്ച മോചനം കിട്ടിയ ഏതു പാപവും നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത് പാവം ദൈവം ക്ഷമിക്കാത്തത് കൊണ്ടല്ല ഓർമ്മ പോകാതെ, നമുക്കറിയാം. പലർക്കും ഇത് കലക്കമാണ്. ഈ ഓർമ്മ അവിടെ ഉണ്ട്. അപ്പോൾ കുമ്പസാരത്തിൻ്റെ പാപമോചനം പ്രാപിക്കുന്നിടം വരെ പാപത്തിൻ്റെ ഓർമ്മ, പശ്ചാത്താപത്തിൻ്റെ പാവബോധം, പശ്ചാത്താപം ദൈവകരുണയ്ക്ക് വരാനുള്ള ഓർമ്മയാണ്. പാവമോചനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഓർമ്മ ലൂക്കാ 7 അനുദപിച്ച സ്ത്രീയുടെ മനസ്സിലെ ഓർമ്മ പോലെ അധികമായിട്ട് ക്ഷമിക്കപ്പെട്ടാൽ അധികമായിട്ട് സ്നേഹിക്കാനുള്ള ഓർമ്മയായിട്ട് മാറ്റണം. ബോധപൂർവം സ്നേഹിക്കാനുള്ള, ദൈവമേ എന്നെ ഇത്ര ഞാൻ കുരുത്തക്കേട് കാണിച്ചത് എന്നെ സ്നേഹിച്ചതിന് നന്ദി, സ്നേഹിക്കുന്നതിന് നന്ദി, സ്തുതി. ഇത് ബോധപൂർവം പറഞ്ഞോണം. പത്രോസിൻ്റെ കുറ്റബോധം 3 തള്ളി പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഈശോ ഹാൻഡിൽ ചെയ്യുന്ന 3 സ്നേഹമായിട്ട് പറയിപ്പിച്ച. അപ്പോൾ 3 തള്ളി പറഞ്ഞു, അതിൻ്റെ കുറ്റബോധം വേട്ടയാടുകയാണ് പത്രോസ്. അതിന് ഈശോ കൈകാര്യമുണ്ടോ? സ്നേഹമായിട്ട് 3 പ്രാവശ്യം സ്നേഹമായിട്ട് പറയിപ്പിച്ചു. നമ്മുടെ കഴിഞ്ഞ കാലത്ത് ഏത് കെട്ട പാപമായിക്കോട്ടെ അനുദപിച്ച് പറഞ്ഞു ഈശോ അപ്പോൾ തന്നെ ഏറ്റെടുത്തു, ക്ഷമിച്ചു, ദൂരെ കളഞ്ഞു. ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഇനി വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഓർമ്മ വരുമ്പോഴെല്ലാം ദൈവമേ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി, എന്നെ ചേർത്ത് മാറോടണിക്കുന്നതിന് നന്ദി. കൃപാവരം വീണ്ടും പുത്തനായിട്ട് മേൽത്തരം വസ്ത്രം കൊടുത്ത കാളക്കുട്ടിയെ കൊടുത്തെന്ന് പറഞ്ഞ പോലെ എനിക്ക് പിന്നെ കൃപകൾ തന്നിയിൽ ശുശ്രൂഷ എന്നെ കൊണ്ട് നടക്കുന്നതിന് അപ്പാ നന്ദി, സ്തുതി. ഇത് പറഞ്ഞോണം. അങ്ങനെ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി വേണം. നമുക്ക് അലക്കം വേണ്ട.